ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചൊവ്വയുടെ ഉപരിതലത്തിൽ കണ്ട ഈ ചിത്രങ്ങൾ നാസ അടുത്തിടെ പുറത്തുവിട്ടതാണ്. 2022 സെപ്റ്റംബറിൽ ഹൈ റെസല്യൂഷൻ ഇമേജിംഗ് സയൻസ് എക്സ്പെരിമെന്റ് ക്യാമറ പകർത്തിയ ചിത്രമാണ് ഇവ. കൂടാതെ ഈ ചിത്രങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞർക്ക് ഇവിടം ജീവൻ നിലനിർത്താനുള്ള ശേഷിയുണ്ടോ എന്നും സഹായിക്കുന്ന നിർണായക ചിത്രങ്ങളുമാണ് ഇവ. സൂര്യനിൽ നിന്നുള്ള ദൂരം മാനദണ്ഡമാക്കിയാൽ സൗരയൂഥത്തിലെ 4ാമത്തെ ഗ്രഹമാണ് ചൊവ്വ. എന്നാൽ ഉപരിതലത്തിൽ ധാരാളമായുള്ള ഇരുമ്പ് ഓക്സൈഡ് കാരണം ചുവന്ന നിറത്തിൽ കാണപ്പെടുന്ന ഇവിടം ചുവന്ന ഗ്രഹം എന്നാണ് അറിയപ്പെടുന്നതും. അതേസമയം ഭൂമിയിലെ മൺകൂനകളിൽ നിന്ന് വ്യത്യസ്തമായി ചൊവ്വയിലെ മൺകൂനകളിൽ ആകൃതിയെ കാണുന്ന ഈ വൻപയറുകൾ തീർത്തും ചലനരഹിതമാണ്. നാസയുടെ അഭിപ്രായത്തിൽ ചൊവ്വയുടെ ശൈത്യകാലത്ത് കാർബൺ ഡയോക്സൈഡ് മഞ്ഞുപാളിയിൽ വന്ന് മൂടിയാണ് ദൃശ്യത്തിൽ കാണുന്ന രൂപത്തിലെത്തുക. തണുപ്പ് കൂടുന്ന സമയം ഗ്രഹത്തിന്റെ ധ്രുവങ്ങളിൽ രാത്രികാല താപനില -123°C വരെ അനുഭവപ്പെടും. ഇത് കനത്ത മഞ്ഞുവീഴ്ചയ്ക്കും മഞ്ഞ് രൂപപ്പെടുവാനുള്ള കാരണമായി തീരുന്നു. എന്നാൽ ഭൂമിയിലെ മഞ്ഞിൽ നിന്ന് വ്യത്യസ്തമായി ചൊവ്വയിലെ മഞ്ഞ് 2 രൂപത്തിലാണ് വരുന്നത്: വാട്ടർ ഐസ്, ഫ്രോസൺ കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ ഡ്രൈ ഐസ് എന്നിവയാണവ. വാട്ടർ ഐസും കാർബൺ ഡയോക്സൈഡും കൊണ്ട് രൂപപ്പെടുന്ന ഇവ മണലിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നതിനെ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നു. എന്നാൽ നിലവിലെ അവസ്ഥയിൽ കാർബൺ ഡയോക്സൈഡ് മഞ്ഞ് എങ്ങനെ മാറുന്നുവെന്ന് പഠിക്കുന്നതിൽ വെളിപ്പെടാൻ പോകുന്നത് മുൻ കാലാവസ്ഥയാണെന്ന് ലൈവ് സയൻസ് റിപ്പോർട്ട് ചെയ്യുന്നു. ചൊവ്വയിൽ ജീവന്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള നിഗൂഢതകൾ പരിഹരിക്കുന്നതിന് ശാസ്ത്രജ്ഞർ വളരെ കാലമായി അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നാസ നടത്തിയ പഠനത്തിൽ ചുവന്ന ഗ്രഹത്തിന്റെ ഉപരിതലത്തിലുള്ള തണുത്തുറഞ്ഞ വെള്ളത്തിനടിയിൽ സൂക്ഷ്മാണുക്കൾ വളരാനുള്ള സാധ്യതയുണ്ടെന്ന് പ്രസ്താവിച്ചിരുന്നു. മഞ്ഞുപാളികൾ തുളച്ചുകയറുന്ന സൂര്യപ്രകാശത്തിന്റെ അളവ് ആ ഹിമത്തിന്റെ ഉപരിതലത്തിന് താഴെയുള്ള ഉരുകിയ വെള്ളത്തിന്റെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ പ്രകാശ സംശ്ലേഷണം നടത്താൻ ഇടയാക്കുമെന്നായിരുന്നു ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ചൊവ്വ ഇപ്പോൾ തണുത്തതും കല്ലുകളും പാറക്കഷ്ണങ്ങളും നിറഞ്ഞ തരിച്ചു നിലമാണെങ്കിലും അവിടെ കാന്തിക ക്ഷേത്രം 3.9 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിട്ടുണ്ടാകാം എന്നാണ് ഇതുവരെയുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിനാൽ തന്നെ ചൊവ്വയിൽ ജീവനുണ്ടായിരുന്നുവോ ഇല്ലയോ എന്ന വിഷയത്തിൽ മനുഷ്യൻ ഇതുവരെ ശേഖരിച്ച വിവരങ്ങളും പഠനങ്ങളുടെയും ആക്കം കൂട്ടുവാൻ ഇപ്പോൾ മാർക്ക് അഗ്നിസെൻസ് ഓർബിറ്റർ പുറത്തുവിട്ട ചിത്രങ്ങളും കൂടി സഹായകമാകും എന്നാണ് പ്രതീക്ഷ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യുക. തുടർന്നും പുതിയൊരു അപ്ഡേറ്റുമായി കാണുന്നതുവരെ ഓക്കെ ബൈ.